കല്യാണി, അപ്പോഴത്തെ എൻ്റെ ഒരു അവസ്ഥയിൽ ഞാൻ നിന്നെ തല്ലിപ്പോയി കല്യാണി. സോറി, ക്ഷമിക്കണം എന്നോട്, അങ്ങനെ പറ്റിപ്പോയി. എന്താ ഇങ്ങനെയൊക്കെ പറയണേ? ഞാൻ തൃച്ചംബരത്തെ വേലക്കാരിയല്ലേ? ഒരു വേലക്കാരി തെറ്റ് കാണിച്ച അവളെ തല്ലാനുള്ള അവകാശമൊക്കെ മുതലാളിമാർക്കുണ്ട്. നീ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? മുതലാളി വേലക്കാരി എന്നൊക്കെ പറഞ്ഞ് എന്നെ എന്തിനാ ഇത്രയേറെ വിഷമിപ്പിക്കുന്നത്? ഞാൻ താലി കെട്ടിയ പെണ്ണാ നീ, അത് മറക്കരുത്. നിന്നെ തല്ലാനും എനിക്ക് അവകാശമുണ്ട്. മാപ്പ് ചോദിച്ചത് എന്റെ വിഷമം കൊണ്ടാ. ഞാൻ നിന്നെ തല്ലരുതായിരുന്നു, അതെന്റെ ഭാഗത്തുനിന്ന് വന്ന തെറ്റാ. തെറ്റുകള് എന്റെ ഭാഗത്ത് തന്നെയാ. ഞാൻ ആരാണെന്ന് സത്യം ഞാൻ മനസ്സിലാക്കണമായിരുന്നു. ഞാൻ നിങ്ങളുടെ വീട്ടിലെ ഒരു ഡ്രൈവറുടെ മകളാ. ആ കാര്യം എന്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ മറന്നുപോയി. ഒരു തരത്തിലും ഞാൻ വലിയൊന്നിനും ചേർന്നൊരു പെണ്ണല്ല. നമുക്ക് പിരിയാം. വലിയ എന്നെ മറക്കണം, മറന്നേ പറ്റൂ. മറക്കാമെന്നും പിരിയാന്നൊക്കെ നിനക്ക് എങ്ങനെ ഇത്ര നിസാരമായിട്ട് പറയാൻ കഴിയുന്നു? എനിക്ക് അങ്ങനെയൊന്നും സാധ്യമല്ല. അങ്ങനെ ചിന്തിക്കാൻ പോലും എനിക്കാവില്ല. നിന്നെ എന്നെ ഒരുമിച്ച് ചേർത്തത് ദൈവമാ. നിന്നെ സ്നേഹിക്കാൻ എന്നെ പ്രേരിപ്പിച്ചതും എന്റെ ഹൃദയത്തിലേക്ക് നിന്നെ കുടിയിരുത്തിയതും അതേ ദൈവം തന്നെയാ. ദൈവത്തെ സാക്ഷിയാക്കിയ ഞാൻ നിന്നെ എന്റെ ജീവിത സഖിയാക്കിയത്. ഇപ്പോ അതേപോലൊരു ദൈവത്തിന്റെ മുമ്പിൽ വെച്ച് നീ ഇങ്ങനെ പറയുന്നു, നമുക്ക് പിരിയാന്ന്. നിന്നെ എന്റേതും എന്നെ നിന്റേതുമാക്കിയ ദൈവത്തെ സാക്ഷി നിർത്തി ഇങ്ങനെയൊന്നും പറയരുത്. ദൈവം പോലും സഹിക്കില്ല. മറക്കാന്നൊക്കെ നിനക്ക് എളുപ്പത്തിൽ പറയാൻ കഴിയും, പക്ഷെ എനിക്കതിന് കഴിയില്ല. എനിക്ക് നിന്നെ മറക്കുന്നതിനേക്കാൾ എളുപ്പം ഞാൻ മരിക്കുന്നതാ. നമ്മൾ തമ്മിലുള്ള ബന്ധം ഒരിക്കലും അഖിലാമ്മയോട് അംഗീകരിക്കില്ല. ഈ ബന്ധത്തിന്റെ പേരില് എന്നെ മാത്രമല്ല, എന്നെ പാവപ്പെട്ട അച്ഛനെ കൂടി ശിക്ഷിക്കാൻ തുടങ്ങുക. എനിക്കത് സഹിക്കാനാവില്ല. അതുകൊണ്ട് നമ്മൾ തമ്മിൽ പിരിഞ്ഞേ പറ്റൂ. ഇതും ദൈവനിശ്ചയാവാം. അതുകൊണ്ട് ദൈവസന്നിധിയിൽ വെച്ച് തന്നെ എനിക്കിത് പറയേണ്ടി വന്നത്. ശരി, നിന്നെ ഞാൻ മറക്കണമെന്നാണ് നിന്റെ നിർബന്ധമെങ്കിൽ ആ വാശി ഞാൻ നിറവേറ്റാം. നിന്റെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ. നീ ആഗ്രഹിച്ചതൊന്നും ഞാൻ നടത്തിത്തരാതിരുന്നിട്ടില്ല എന്ന എന്റെ വിശ്വാസം. അതുപോലെ ഈ ആഗ്രഹവും ഞാൻ സാധിച്ചുതരാം. അപ്പോഴും ഒരു ചോദ്യം അവശേഷിക്കും. എന്തിനായിരുന്നു എന്നെ മോഹിപ്പിച്ചത്? നിന്റെ ആഗ്രഹം പോലെ നമ്മൾ പിരിയുന്നു. ഇനി ഈ ജീവിതത്തിൽ നമ്മൾ തമ്മിൽ കാണില്ല.
അടുത്ത ജന്മത്തിലും കാണാതിരിക്കാൻ. ഇതേ ദൈവത്തോട് തന്നെ പ്രാർത്ഥിക്കാൻ ഞാൻ. അറിഞ്ഞു കേട്ടില്ലടാ, ഇടയ്ക്ക് എടുക്കടാ നിന്റെ പുസ്തകവും ബാഗൊക്കെ. അനിയൂട്ടാ, അനിയൂട്ടാ, എന്താ എന്താ ഇതൊക്കെ? അത് എടാ നിന്നോടല്ലേ പറഞ്ഞ ബുക്കും ബാഗൊക്കെ എടുത്തു വെക്കാൻ.
അച്ഛാ, എങ്ങോട്ടാ? ഇതൊക്കെ നിന്റേതാ, എടുത്ത് നിന്റെ ബാഗിൽ വെക്ക്. അച്ഛാ, അച്ഛാ, അച്ഛനിത് എന്തിനുള്ള പുറപ്പാടാ? അച്ഛാ, ഞാൻ ചോദിക്കുന്ന അച്ഛൻ കേൾക്കുന്നില്ലേ? എന്തെങ്കിലും ഒന്ന് പറയച്ചാ. അച്ഛാ, എന്തെങ്കിലും ഒന്ന് പറയും. ഈ ബാഗും ഒക്കെ അടുക്കി അമ്മയുടെ ഫോട്ടോ എടുത്തോണ്ട് അച്ഛൻ ഇത് എങ്ങോട്ടാ? അച്ഛൻ മുഖത്തേക്കെങ്കിലും ഒന്ന് നോക്ക്. നിർത്തടി. അച്ഛനാ? നീ എന്റെ മകളാണെന്ന് പറയാൻ തന്നെ എനിക്ക് നാണക്കട. അച്ഛൻ എന്ന വാക്കിന്റെ അർത്ഥം അറിയാവുന്നവളാ നീയെന്ന് ഞാൻ വിശ്വസിച്ചു പോയി. അതെന്റെ തെറ്റ്. എന്റെ ജീവിതത്തിൽ ഞാൻ വിശ്വസിച്ചു പോയ ഏറ്റവും വലിയ തെറ്റ്. നിന്റെ വിളി കേൾക്കുമ്പോ എന്റെ ശരീരത്തിലൂടെ ചൊറിയാമ്പുഴ എറിയുന്ന പോലെയാ. അത്രയ്ക്ക് അറപ്പും വെറുപ്പും തോന്നുക. നീ ഇത്രയ്ക്ക് കൊള്ളരുതാത്തവളാണെന്ന് ഞാൻ ഇപ്പോഴാ അറിയുന്നത്. പട്ടാപ്പകൽ നടു റോഡിൽ വെച്ച് നാട്ടുകാർ നോക്കി നിൽക്കേ സ്വബോധമുള്ള ആരെങ്കിലും ചെയ്യുന്ന കാര്യമാണുടേത്. ഇറങ്ങിക്കോണം പെട്ടിയും മണ്ണെടുത്തോണ്ട്. ഇന്നത്തോടെ അവസാനിപ്പിക്കണം ഇവിടുത്തെ പൊറുതി. ഇങ്ങനെ ഒരു മകളുടെ അച്ഛനായി തൃശ്ശംബരത്തിന്റെ 7 അയലക്കത്ത് പോലും നിൽക്കാൻ എനിക്ക് യോഗ്യതയില്ല. നോക്ക്, നിനക്ക് എന്റെ മകളായി ജീവിക്കണമെങ്കിൽ ഇന്ന് എന്നോടൊപ്പം നാട്ടിലേക്ക് വരണം. പിന്നൊരു കാര്യം, ഇന്ന് ഇവിടുന്ന് പോകുന്ന കാര്യം നീ പറഞ്ഞ അഖിലാമ്മയുടോ വെല്ലുകുഞ്ഞോ അറിഞ്ഞാൽ എന്റെ ചിതി ഒരുക്കേണ്ടി വരും നിനക്ക്. ഉമിത്തി കൂട്ടിയുള്ള ചിത നീറി നീറി ഉരുകിത്തീരാൻ. ദാസേട്ടാ, ദാസേട്ടാ, ദാസേട്ടനെ അഖില മേഡം വിളിക്കുന്നു. നീ വയ്ക്കോ, ഞാൻ പറയാ വന്നോളാം. ശരി ദാസേട്ടാ. അടുക്കി പെറുക്കിക്കൊള്ളണം. ചേച്ചി, എന്തൊക്കെയാടാ നടക്കണേ? അഖിലേച്ചി എന്തിനാ ഈ ദാസിനെ വിളിപ്പിക്കുന്നത്? എന്താണ് കാര്യമൊന്നും ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. മാഡം, ദാസേട്ടൻ എവിടെ? എന്നോട് പൊയ്ക്കോ, ദാസേട്ടൻ പുറകെ വന്നോളാന്ന് പറഞ്ഞു. അതെന്താ അങ്ങനെ പറഞ്ഞേ?
ദാസേട്ടൻ ഇങ്ങ് വരാന്നോ? ആ കാലം പോയൊരു പോക്കേ. അഖിലേച്ചി വിളിക്കുന്നു പറഞ്ഞ പ്രത്യക്ഷപ്പെട്ടതുപോലെ മുന്നിൽ വന്ന് നിൽക്കുന്ന ആളാ. വിലാസിനി, ദാസ് വരില്ല എന്നല്ല പറഞ്ഞത്, പുറകെ വരാന്ന. ഇതിലെന്താ തെറ്റ്? ഓ ആ, ദാസ് വന്നല്ലോ. മാഡം എന്നെ വിളിച്ചത് പറയാൻ ദാസേട്ടാ, ആ പരമ്പരാഗത മാലയുടെ പ്രശ്നത്തിൽ ദാസേട്ടന് വല്ലാത്ത മാനസിക വിഷമം ഉണ്ടായിട്ടുണ്ട്. അതെനിക്ക് നന്നായി അറിയാം. ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് പറ്റിപ്പോയതാ ദാസേട്ടാ. പിന്നെ കഴിഞ്ഞുപോയ കാര്യം പിന്നെയും പൊക്കിക്കൊണ്ടുവരുന്നത് എന്തിനാണോ? എനിക്കറിയില്ല ആന്റി. ദാസേട്ടന്റെ മനസ്സിൽ അത് എത്രയേറെ മുറിവേൽപ്പിച്ചിരിക്കുന്നെന്ന് ഈ മുഖത്തുനിന്ന് എനിക്ക് വായിച്ചെടുക്കാം. അത് തൃച്ചംബരത്തുള്ളവരുടെ തന്നെ ചതിയായിരുന്നു എന്ന് വൈകി അറിഞ്ഞത്. ദാസേട്ടൻ എന്നോട് ക്ഷമിക്കണം. അല്ല മാഡം, മാഡം എന്താ ഇങ്ങനെയൊക്കെ? 25 വർഷങ്ങളായി എന്റെ കുടുംബത്തോട് നന്ദിയും സ്നേഹവും വിശ്വാസവും പുലർത്തി ജീവിക്കുന്ന ആളാ ദാസേട്ടൻ. ആ ദാസേട്ടന് മാനസിക വിഷമം ഉണ്ടായതിൽ എനിക്ക് ദുഃഖമുണ്ട്. ഈ കുടുംബത്തിലുള്ള എല്ലാവർക്കും നന്മ മാത്രം വരണമെന്ന് ആഗ്രഹിക്കുന്ന ദാസേട്ടന് വേണ്ടി എനിക്കെന്തെങ്കിലും ചെയ്യണമെന്നുണ്ട്. എതിര് പറയരുത് ദാസേട്ടാ. ഞാൻ ദാസേട്ടന് ഒരു വീട് പണിതു തരാൻ പോവാ. വീടോ? ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടല്ലോ. ദാസേട്ടാ, വീട് ദാസേട്ടന്റെ സ്വന്തം ഗ്രാമത്തിൽ വേണോ അതോ ഈ ഭാഗത്ത് എവിടെയെങ്കിലും വേണോന്ന് ദാസേട്ടനെ തീരുമാനിക്കാം. ദാസേട്ടാ, ചോദിച്ചത് കേട്ടില്ലേ? ദാസേട്ടന് വീട് ദാസേട്ടന്റെ ഗ്രാമത്തിൽ വേണോ അതോ ഈ ലൊക്കാലിറ്റിയിൽ എവിടെയെങ്കിലും വേണോന്ന്. ഇവിടുത്തെ ഔട്ട് ഹൗസിൽ തന്നെ ഞാനിനി താമസിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ നാട്ടിൽ നിന്ന് തന്നെ പോകാൻ തീരുമാനിച്ചിരിക്കുന്നു. എനിക്കെന്തിനൊരു വീട്? എന്താ ദാസേട്ടനൊന്നും മിണ്ടാത്തത്? എവിടെയാ ദാസേട്ടന് വീട് വേണ്ടത്? അത് തുറന്നു പറയേ. കല്യാണിയെ തൃച്ചംബരത്തിൽ നിന്ന് പുറത്താക്കിയാൽ ദാസ് ഔട്ട് ഹൗസ് വിട്ട് പോകുന്ന അഖിലയ്ക്കറിയാം. അപ്പോൾ ദാസ് കഷ്ടപ്പെടരുത് എന്ന് കരുതിയാണ് അഖില വീട് വെച്ചു കൊടുക്കാൻ ഒരുങ്ങുന്നത്. എനിക്ക് വീടൊന്നും വേണ്ട മാഡം. ഇപ്പൊ ദാസേട്ടന് വീട് വേണ്ടെങ്കിലും ഭാവിയിൽ ഒരു വീടുണ്ടാവണം. ഞാനിത് ചെയ്യുന്നത് ദാസേട്ടന്റെ നന്മയ്ക്ക് വേണ്ടി തന്നെയാ. തടസ്സം പറയരുത്. മാഡം, ഞാനെന്നും മാഡത്തിനോടും ഈ കുടുംബത്തോടും കടപ്പെട്ടവന്. എനിക്ക് നിങ്ങൾ തരുന്ന സ്നേഹവും പരിഗണനയും തന്നെ വിലമതിക്കാനാവാത്തതാ. അത് മതി ദാസിന്. അതിലപ്പുറമൊന്നും ഈ ദാസ് മോഹിച്ചിട്ടില്ല. അഖില വീട് വേണോ വേണോന്ന് ചോദിക്കുന്നു. ദാസ് അത് വേണ്ട വേണ്ടെന്ന് പറയുന്നു. എന്താ ഇതിന്റെ കാര്യം? ദാസേട്ടാ, നന്നായിട്ടൊന്ന് ആലോചിച്ചിട്ട് മറുപടി പറയും. എന്തായാലും എന്റെ തീരുമാനത്തിൽ നിന്ന് ഞാൻ ഒരിക്കലും മാറില്ല. വാങ്ങേ. വരട്ടെ സാർ. ആ, അച്ഛാ,
എനിക്കൊരു കാര്യം അച്ഛനോട് സംസാരിക്കാനുണ്ട്. എന്റെ മുറിയിലേക്കൊന്ന് വരാവോ? ആ